വെൽക്കം ബാക്ക് ടു ലേണിനോ. ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ട് നമ്മൾ ലേണിനോയില് ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. സെപ്റ്റംബർ 2 മുതൽ നമ്മൾ ഡെയിലി സ്റ്റഡി ഗോള് കൊടുത്തു തുടങ്ങുകയാണ്. സോ നമ്മൾ എങ്ങനെയാണ് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത് പറയാം. ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ക്ലാസ്സുകൾ തന്നെയാണ് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിന് മുന്നേ ട്രേഡ്സ്മാൻ എക്സാമിനും ഡെമോൺസ്ട്രേറ്റ് എക്സാമിനും ഒക്കെ തന്നെ വളരെ നല്ല ഫീഡ്ബാക്സ് ആണ് നമുക്ക് സ്റ്റുഡൻസിന് കിട്ടിയിട്ടുള്ളത്. ആഫ്റ്റർ എക്സാം ഫീഡ്ബാക്സും അതേപോലെ തന്നെ ഒരുപാട് പേര് ലിസ്റ്റിലും വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു എക്സാമിനുള്ള ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാമിന് സ്റ്റുഡൻസിന്റെ എക്സ്പെക്ടേഷനും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്കും ഏറ്റവും നല്ല കോച്ചിങ് തന്നെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് നമ്മളുടെയും ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഡെയിലി സ്റ്റഡി ഗോള് കൊടുക്കുന്നത്, കൃത്യമായി മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ ഓരോ ദിവസവും ടെസ്റ്റ് ഉണ്ട്. ഓരോ ദിവസവും നമ്മൾ കൊടുക്കുന്ന സ്റ്റഡി ഗോളിനെ ബേസ് ചെയ്തുകൊണ്ട് ഓരോ ദിവസവും ഈവനിങ് ടെസ്റ്റ് ഉണ്ടാവും. ആ ടെസ്റ്റിലെ ബെസ്റ്റ് പെർഫോമേഴ്സിനെ നമ്മൾ നെക്സ്റ്റ് ഡേ അറിയിക്കുന്നതായിരിക്കും. ഓരോ മോഡ്യൂൾസും കഴിഞ്ഞു കഴിഞ്ഞാൽ മോഡ്യൂൾ ടെസ്റ്റ് ഉണ്ടായിരിക്കും. മോഡ്യൂൾ ടെസ്റ്റിലും നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ മോഡ്യൂൾ ടെസ്റ്റും പ്രൊവൈഡ് ചെയ്യുന്നത്. ഓരോ ടോപ്പിക്സിനും നമ്മൾ ലെക്ചേഴ്സ്, MCQs, അതേപോലെ തന്നെ നമ്മളെ മോഡ്യൂൾ കഴിയുമ്പോഴത്തേക്കും അതിന്റെ നോട്ട്സും MCQ PDF എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ കോഴ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് കൂടാതെ നമ്മളുടെ ലേണിനോ പ്രീമിയം MCQs എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് വീഡിയോസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ബുക്സ് റെഫർ ചെയ്ത് അതിൽ നിന്ന് നമ്മൾ തന്നെ ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ലേണിനോ സ്പെഷ്യൽ MCQസിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അതും നമ്മൾ സിലബസ് അനുസരിച്ച് തന്നെ നമ്മളത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ ഈ രീതിയിൽ കൃത്യമായ സ്റ്റഡി പ്ലാനിലാണ് നമ്മൾ ക്ലാസ്സുകൾ സെറ്റ് ചെയ്യുന്നത്. സോ ഈ കംപ്ലീറ്റ് ക്ലാസ്സുകൾ മോഡ്യൂൾ വൈസ് കഴിഞ്ഞു കഴിഞ്ഞാൽ റിവിഷൻ ഉള്ള ഒരു ടൈമും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇത് സ്റ്റഡി പ്ലാൻ നമ്മൾ നമ്മുടെ ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് കൂടാതെ നമ്മൾ എല്ലാം ഈ പറഞ്ഞ ക്ലാസ്സുകളും റിവിഷനും ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ കമ്പൈൻഡ് ടെസ്റ്റുകളും ഉണ്ടാവും. അത് നിങ്ങൾ എങ്ങനെയാണോ എക്സാമിന് പോകുന്നത് ആ രീതിയിലുള്ള ടെസ്റ്റുകളും ഉണ്ടാവും. അപ്പൊ നമ്മുടെ ഒരു കോച്ചിങ്ങിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണ്, അല്ലെങ്കിൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായ മോണിറ്ററിങ് ഉണ്ടാവും. നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾ കോഴ്സ് പർച്ചേസ് ചെയ്യുന്നു, നിങ്ങളോട് പഠിക്കാൻ പറയും, അങ്ങനെയല്ല. ഡെയിലി നിങ്ങൾക്ക് സ്റ്റഡി ഗോൾ കൊടുക്കുക, ടെസ്റ്റ് തരിക എന്ന് പറയുമ്പോൾ നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഇംപ്രൂവ്മെന്റ് എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ കൃത്യമായ ട്രാക്കിലൂടെ ഇതിൽ ജോയിൻ ചെയ്യുന്ന ഓരോ കുട്ടികളെയും എത്തിക്കുക എന്നുള്ളത്, ആ ഒരു ട്രാക്കിൽ എത്തിച്ച് എക്സാം നല്ല രീതിയിൽ പെർഫോം ചെയ്യിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് തന്നെ എടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സോ ഇനിയും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. എങ്കിലാണ് നിങ്ങൾക്ക് ആ ഒരു ഡെയിലി സ്റ്റഡി ഗോളിൽ പോകാൻ പറ്റുള്ളൂ. നിങ്ങൾ വൈകുന്ന ഓരോ ദിവസവും അത്രയും നിങ്ങൾ പുറകിലായിരിക്കും. അത് നിങ്ങൾ പിന്നെ കവർ ചെയ്ത് എടുക്കേണ്ടി വരും. നമുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്, നമ്മളുടെ സ്റ്റുഡൻസിന് വേണ്ടിയുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിലായിരിക്കും നമ്മൾ ഡെയിലി സ്റ്റഡി ഗോൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവുക. നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനൊക്കെ നമുക്ക് മെന്റേഴ്സും അതേപോലെ തന്നെ ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള ഫാക്കൽറ്റീസും എല്ലാം അവൈലബിൾ ആണ്. സോ നമ്മുടെ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. താങ്ക് യു.